നമ്മളിപ്പോൾ എവിടെയുള്ള ഫൗസി? നമ്മൾ ഇന്ന് അസർബൈജാനിലെ അസർബൈജാൻ ലാംഗ്വേജ് അക്കാഡമിയിലാണ് നിൽക്കുന്നത്. 1930 തുടങ്ങിയ ഒരു ലാംഗ്വേജ് ട്രെയിനിങ് അക്കാഡമി ആയിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആയിരിക്കുകയാണ്. ഇതൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ്. സോ ലാംഗ്വേജ് ഒരുപാട് ഓൾമോസ്റ്റ് 23+ ലാംഗ്വേജസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ആണ്. അതിനുള്ള റിസർച്ച് സെന്റർ, അതായത് ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള ക്ലാസ് റൂംസ്, റിസർച്ച് സെന്റർ ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിക്കകത്തുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ കൂടെ പോയിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1937 സ്റ്റാർട്ട് ചെയ്തൊരു ക്യാമ്പസ് ആണ്. അതും ഗവൺമെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ക്യാമ്പസ് ആണ്. സോ ഇവിടെയുള്ള ലാംഗ്വേജ് കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഇവിടെ അറൌണ്ട് 23 ലാംഗ്വേജ് കോഴ്സുകളുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യൻസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാംഗ്വേജസ് ആ കൺട്രിയിലേക്ക് പോകാൻ കുറേ ലാംഗ്വേജസ് നമുക്ക് വേണമല്ലോ. അപ്പം അങ്ങനെ നമുക്കിപ്പോൾ ഇവിടെ വന്ന് പഠിക്കുന്ന ഒരാൾക്ക് ഇതേ അക്കാഡമിയിൽ അല്ലെങ്കിൽ ഇതേ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ലാംഗ്വേജ് പ്രിഫർ ചെയ്യുമ്പം എത്രത്തോളം ലാംഗ്വേജ് ഉണ്ടെന്ന് ഇപ്പോൾ അറൌണ്ട് 23 ലാംഗ്വേജസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പം തന്നെ റഷ്യൻ ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, ഓസ്ട്രിയൻ ഉണ്ട്, ജർമ്മൻ ഉണ്ട്. ജർമ്മനൊക്കെ മെയിൻ ആണല്ലോ. നമുക്ക് കൂടുതലും കുട്ടികൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ജർമ്മനിയിലോട്ടാണ്. സോ അതുകൊണ്ട് ജർമ്മൻ ഉണ്ട്. പിന്നെ അതുപോലെ ഇറ്റാലിയൻ, ഓസ്ട്രിയൻ, ഇതിൻ്റെയൊക്കെ റിസർച്ച് സെൻറ്ററുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സാൻസ്ക്രിറ്റും ഇവിടെ പഠിക്കുന്നുണ്ട്. റീസെൻ്റ്ലി ഹിന്ദിയും റീസെന്റ് ഹിന്ദി ആൻഡ് സാൻസ്ക്രിറ്റും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി തമിഴ് വരുന്നുണ്ട്. സോ എല്ലാ ലാംഗ്വേജും എന്താ പറയാ ഒരൊറ്റ കുടക്കീഴിൽ പഠിക്കുക എന്നുള്ളത്. കാര്യം നമ്മുടെ നാട്ടില് ജാപ്പനീസ് ലാംഗ്വേജ്, കാര്യം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പല രാജ്യത്തേക്ക് ജോബ് ട്രൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടീസ് നേരിടുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അത്രത്തോളം വലിയൊരു യൂണിവേഴ്സിറ്റി ആ ഒരു ലെവലിലേക്ക് ഔട്ട്പുട്ട് തരുന്ന രീതിയിലുള്ളത് കുറവാണ്. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് ലാംഗ്വേജും പഠിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഒരു ക്യാമ്പസ് ആണ്. കാര്യം അത്രത്തോളം ഓൾഡസ്റ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ്. സോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബാക്കി ഈ ക്യാമ്പസിന്റെ മറ്റു വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഈ കോറിഡോറിലൊക്കെ നടന്നു വരുമ്പോൾ ഓരോരോ കൺട്രിയുടെ ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭാരത് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യ, അമേരിക്ക, അങ്ങനെ USA, അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ലാംഗ്വേജസ് പഠിപ്പിക്കുന്നുണ്ട്. അതും ഗവൺമെൻറ് ആയിട്ടുള്ള പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ അത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് ഇവിടുന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ ഒരു റിസർച്ച് സെൻറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് ഇവിടെ ഗവൺമെൻറ്റായിട്ട് പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സൊക്കെ കുറവല്ലേ നമ്മുടെ നാട്ടിൽ. ഇപ്പം വേറൊരു കോറിഡോറിൽ നമ്മൾ കണ്ടതാണ്. ഇത് ഇവരുടെ ഇൻ്റർനാഷണൽ റിലേഷൻസുകളാണ്. ഇപ്പം ജപ്പാൻ, അതുപോലെ തന്നെ സ്പാനിഷ്, സ്വീഡൻ, അങ്ങനെ ഓരോരോ കൺട്രിയുമായിട്ടുള്ള ഇവരുടെ റിലേഷൻസും ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളുമാണ് ഈ ഒരു ബോർഡിൽ അവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിവിടെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് ഓരോ ഓൺ എക്സ്പേർട്സുകളാണ്. സോ അതുകൊണ്ട് ഇപ്പം നമുക്ക് ഓരോ ലാംഗ്വേജിലും കുട്ടികൾക്ക് അത്രയും പ്രൊഫഷൻസി നേടാൻ പറ്റും. ഇനി പോകാൻ പോകുന്നത് ഇവിടുത്തെ ഓരോ ലാംഗ്വേജ് സെന്റേഴ്സിന്റെ ഏരിയയിലേക്കാണ്. അതായത് സെന്ററിൽ ഫുള്ളി ഒരു ലൈബ്രറി, അതിന്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ഓരോ ലാംഗ്വേജ് സെന്റേഴ്സ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിയും. റൈറ്റ് സൈഡിൽ ഇന്റർനാഷണൽ ലാംഗ്വേജ്, അതുപോലെ തന്നെ ചൈനീസ് ലാംഗ്വേജ് ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറെ ബുക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലൈബ്രറി ഏരിയ. ഇത് ഓരോ സെന്ററിന്റെയും ഫ്രണ്ടിലായിട്ടുള്ളത് ആ ഓൺ കൺട്രീസിന്റെ ബുക്സ് ആണ് കേട്ടോ. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു സിംഗിൾ ഒരു ഇതായിട്ട് പോയേക്കുവാണെങ്കിലും ഡിഫറെന്റ് ബുക്സുകളാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇവിടെയും ചൈനീസ് ലാംഗ്വേജിന്റെ നെക്സ്റ്റ് ഒരു ക്ലാസ് റൂം. ഇവിടെ എല്ലാം ഇപ്പൊ ക്ലാസ് നടക്കുന്നതാണ്. നമുക്ക് ക്ലാസ് റൂംസ് കാണിക്കാനുള്ള ഒരു ഇതില്ല. ഇതാണ് ജാപ്പനീസ് ബുക്സ് ലൈബ്രറി. ഇത് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ഇതെവിടെയാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. ഇത് ജാപ്പനീസ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന മറ്റൊരു സെന്റർ ആണ്. ആൻഡ് ദിസ് ഈസ് ഹംഗേറിയൻ. ഈവൻ അർമേനിയൻ ലാംഗ്വേജ് ഓൾസോ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. സോ ലോകത്തുള്ള ഓൾമോസ്റ്റ് മേജർ ലാംഗ്വേജസ് എല്ലാം ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അത് അസർബൈജാനി നാഷണാലിറ്റീസിന് വേണ്ടി മാത്രമല്ല, ഓൾ ദ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ തുടക്കകാലം മുതൽ ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. അത്രയും ഹിസ്റ്ററി ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. 1937 സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും വർഷങ്ങൾ പഴക്കമുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും അവർക്ക് ഈ ഒരു ഫീൽഡിലുണ്ട്. ഇതുകൊണ്ട് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ MBBS എഞ്ചിനീയറിംഗ് അതെങ്കിലും അതർ പ്രോഗ്രാംസ് അസർബൈജാനിൽ പഠിക്കാനായിട്ട് ഓപ്റ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ലാംഗ്വേജ് പ്രോഗ്രാംസ് ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്പാനിഷ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ ലാംഗ്വേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത്. കാര്യം ഇവിടുന്ന് ട്രെയിനിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിരിക്കും. അതുപോലെ അത്രത്തോളം എക്സ്പെൻസീവും അല്ല. ഇപ്പോൾ നമ്മളുടെ തന്നെ പല പ്രോഗ്രാംസിനും ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്
അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉള്ള ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കുന്നത് ഈ ഒരു ക്യാമ്പസിൽ നിന്നുള്ള ഫാക്കൽറ്റീസ് ആണ്. അതെ, പഠനം ഇപ്പൊ ഇവിടെ നിങ്ങൾ അസർബൈജാനിൽ പഠിച്ചതിന് ശേഷം പിന്നെ എവിടെ വേർ വി ഗോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേണ്ട ഈ ലാംഗ്വേജ് പഠിക്കാനൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഏത് കൺട്രി ആണോ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള ലാംഗ്വേജ് സെന്റേഴ്സ് ഇവിടെ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് അതെങ്കിൽ മെഡിസിൻ ഏത് സ്ട്രീം ഓപ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രോഗ്രാംസ് ഓപ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണോ നിങ്ങൾ ഫിക്സ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അവിടെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതെ, അല്ലാണ്ട് നോർമലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നമ്മൾ എഞ്ചിനീയറിംഗോ ഏതെങ്കിലും പ്രോഗ്രാംസ് പഠിക്കുക, അതിനുശേഷം 1 or 2 years ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ ചിലർക്ക് കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ ചിലർ പാസ്സാവാം, അങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മറ്റ് പ്രോഗ്രാംസ് എടുത്ത് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലാംഗ്വേജ് അക്കാഡമി വളരെ ബെനിഫിഷ്യലാണ്. കൂടാണ്ട് ലാംഗ്വേജസ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ വരുന്നത്. ക്യാൻറ്റീനിൽ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡുകൾ കാണാം. ഇത് കോമൺ ആണ് കേട്ടോ. അതെ, ഓൾമോസ്റ്റ് എല്ലാം കോണ്ടിനെന്റൽ ഡിഷസ് ആണ്. എല്ലാം ഡിഷസ് ആണ്. അസറി ഫുഡ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ളത് കഴിക്കാം. പെർ മീലിന് 100 രൂപ ആ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഭയങ്കര ഓവർ എക്സ്പെൻസീവ് അല്ല, വളരെ നോർമൽ എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ ഇല്ലെങ്കിൽ കൂടി അതല്ലെങ്കിൽ മെസ് ഫെസിലിറ്റി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി ക്യാമ്പസിൽ വന്നിട്ട് വളരെ അഫോർഡബിൾ റേറ്റിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. നമ്മളിരിക്കുന്നതാണ് ഇവിടുത്തെ ജനറൽ ലൈബ്രറി. ഒരുപാട് ബുക്സ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജസിൻ്റെയും ബുക്സ് അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറിയാണ്. സോ ഈ ലൈബ്രറി ഫെസിലിറ്റി നിങ്ങൾ കാണിച്ചു തരാം. ഇത് ആക്ച്വലി യൂണിവേഴ്സിറ്റിക്ക് തൊട്ടിപ്പുറത്തുള്ള ഒരു കുട്ടികൾക്കായിട്ടുള്ള ഒരു ലെഷർ ഏരിയ ആണ്. അവിടെ ഫുഡ് കോർട്ടും അങ്ങനെയൊക്കെ കുട്ടികൾക്ക് വന്ന് റെസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് കാണിച്ചു തരാം. ഇത് കോളേജിനകത്തുള്ള സ്പോർട്സ് ഏരിയ ആണ്. വോളിബോൾ അതുപോലെ തന്നെ ബാസ്കറ്റ്ബോൾ തുടങ്ങിയിട്ടുള്ള സ്പോർട്സ് ഏരിയ. ഇത് കൂടാണ്ട് തൊട്ടടുത്തായിട്ടും വേറെ സ്പോർട്സ് കോംപ്ലക്സ് അവൈലബിൾ ആണ്. സോ ഇത് ഒരു വളരെ പഴയ രീതിയിലുള്ള ആർക്കിടെക്ചർ ആയത് ഓൾമോസ്റ്റ് എല്ലാ വലിയ കോർട്ടുകളിലും ഈ പറഞ്ഞ വുഡൻ ഫ്ലോറുകളാണ് ഉള്ളത്. ഇൻഡോർ സ്റ്റേഡിയംസ് എല്ലാം വുഡൻ ഫ്ലോറുകളാണ് ഉള്ളത്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരെ ഒന്ന് കളിച്ചിട്ട് പോയൊരു ഇൻഡോർ സ്റ്റേഡിയം ആണിത്. ഇത് ഇവിടുത്തെ ഇസ്രായേൽ ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ആണ്. സോ മറ്റൊരു ക്ലാസ് റൂംസ് പോലെയല്ല, ഇവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ നടത്തിയിട്ടാണ് കുട്ടികളെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. സോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ആ രീതിയിലായിരിക്കും ഈ ക്ലാസ്സും കാര്യങ്ങളും പോകുന്നത്. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് കാണിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ്, ഇവിടുത്തെ പ്രസിഡന്റുമായിട്ടൊക്കെ ഉള്ള മീറ്റിംഗ്സിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഓൺ ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറിയും കാര്യങ്ങളും കാണും. കൂടാണ്ട് കോമൺ ലൈബ്രറി അവൈലബിൾ ആണ്. പക്ഷേ ഓരോ പർട്ടിക്കുലർ ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറി ഇവിടെ അവൈലബിൾ ആണ്. Israel and the Middle East Center was inaugurated for the first time in 2005 and 2006. And in 2009, the ex-president Shimon Peres was at our university, and he was met with the students and the rector of our university. And for the second time, our center was inaugurated in 2012, and Foreign Minister Avigdor Lieberman was participated in this ceremony. And at our university, at our center, we just teach to our students not only Hebrew language but also history of Israel, culture, policy, religion, and so on. And there are some programs that our students go to Israel. They participate in some language programs like Ulpan. And so that's all, I think. If you have any question, you can ask. And see how the classes are going. It's like group discussion. Yes, group every year. To our faculty was entered 10 students. Okay. And not only Azerbaijani sector but also Russian sector. Okay. Okay. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ അറബ് ലാംഗ്വേജ് സെന്റർ ആണ്. അതായത് UAE ഗവൺമെന്റ് ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു അറബ് ലാംഗ്വേജ് സെന്റർ ആണ്. ഇവിടുത്തെ 2024 സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിപ്പോൾ ഓപ്പൺ അല്ല. കാര്യം ഓൾറെഡി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പോയി, ക്ലോസ്ഡ് ആണ്.
സോ ഇത് വളരെ ഉപകാരപ്പെടുന്നത് വെച്ചാൽ GCC കൺട്രീസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർക്ക് അറബ് ലാംഗ്വേജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ നല്ല ജോലി ആഗ്രഹിക്കുന്നവർക്ക്, അറബ് ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ അഫോർഡബിൾ റേറ്റിൽ വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ കൂടെയാണിത്. Hallo, mein Name ist Gahira Akhundova. Ich arbeite an der Aserbaidschanischen Sprachenuniversität und leite hier einen kleinen Lehrstuhl und derzeitig arbeite ich im Institut für Germanistik. Hier an der Universität haben wir über 500 Deutschstudierende und über 5 und 7 Lehrkräfte, die an der Universität Deutsch auf verschiedenen Niveaus unterrichten. Wir haben ein sehr gutes Potenzial und deswegen laden wir alle Studierende aus Indien sehr gerne hier an der Aserbaidschanischen Sprachenuniversität Deutsch zu lernen. Wir freuen uns auf euch. Tschüss! ഇത് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അറിയാം. ഇത് പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചാൽ ജർമ്മൻ ലാംഗ്വേജിൽ അതായത് ഇന്ത്യൻസ് ആയിട്ടുള്ളവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മളുടെ ക്യാമ്പസിലേക്ക് വരാമെന്നുള്ളത് പുള്ളിക്കാരത്തി ഇൻവൈറ്റ് ചെയ്തതാണ്. അത് ജർമ്മൻ ലാംഗ്വേജിൽ ഇൻവൈറ്റ് ചെയ്തതാണ്. സോ പുള്ളിക്കാരത്തെ പോലെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം അസർബൈജാൻ ലാംഗ്വേജ് അക്കാഡമിയിലേക്ക്. വളരെ അഫോർഡബിൾ റേറ്റിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ജർമ്മൻ മാത്രമല്ല മറ്റ് ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ലാംഗ്വേജ് അക്കാഡമിയുടെ ക്ലാസ് റൂംസും അതുപോലെ തന്നെ ഫാക്കൽറ്റീസ് ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമുക്ക് ഈ ഒരു ക്യാമ്പസിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ലോകത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസും ഇവിടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ജർമ്മൻ ആണെങ്കിൽ നമ്മൾ കണ്ടില്ല വീഡിയോയിൽ ഒരുപാട് ലാംഗ്വേജ് പഠിപ്പിച്ചു. അപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾ പഠിക്കാനായിട്ട് അസർബൈജാനിൽ വരുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ചിടത്തോളം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഇതൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കൂടാണ്. അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഫാക്കൽറ്റീസ് അതുപോലെ തന്നെ റിസർച്ച് സെന്ററും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ UAE കണ്ടില്ലേ, ഗവൺമെന്റ് അറബ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ലാംഗ്വേജ് സെന്റർ. ഇപ്പൊ ഇത് മറ്റുള്ള ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഡിഫറെന്റ് ആയി നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലാംഗ്വേജ് ട്രെയിനിങ് മാത്രമല്ല, ഒരു പർട്ടിക്കുലർ രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ലാംഗ്വേജ്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഫെസ്റ്റിവൽ എന്തൊക്കെയാണ്, അതായത് ഒരു മറ്റൊരു രാജ്യത്ത് പോകാണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏറ്റവും ഇതിൽ പഠിപ്പിക്കുന്ന ഒരു ലാംഗ്വേജ് ട്രെയിനിങ് അക്കാഡമിയാണ്. ലാംഗ്വേജ് അങ്ങനെ മാത്രമല്ല, ഫുൾ ആയിട്ടൊരു കൺട്രീനെ പറ്റി. കാരണം നിങ്ങൾ ആ കൺട്രിയിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിരിക്കുമല്ലോ അവിടെ ആ ഒരു ലാംഗ്വേജ് പഠിക്കാൻ വരുന്നത്. സോ അത് ഫുള്ളായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മെയിനായിട്ട് നമ്മൾ കണ്ട ജർമ്മനിലൊക്കെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ നല്ല ജർമ്മൻ ഫ്ലുവന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൺട്രിയിൽ നിന്ന് കൂടുതൽ, പ്രത്യേകിച്ച് കേരള സൈഡിൽ നിന്ന് കൂടുതലും കുട്ടികൾ ഇപ്പൊ ജർമ്മനിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. സോ അസർബൈജാനിലൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലാംഗ്വേജസ് പഠിക്കാനും. പിന്നെ അതിനുശേഷം ആഫ്റ്റർ ദ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ആ കൺട്രിയിലേക്ക് മൂവ് ഓൺ ചെയ്യാനും. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു ക്യാമ്പസിൽ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇപ്പൊ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഏതെങ്കിലും രാജ്യത്തോട്ട് മൂവ് ഓൺ ചെയ്യാൻ, ലാംഗ്വേജ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ലാംഗ്വേജ് ട്രെയിനിങ് അക്കാഡമിയാണ് അസർബൈജാൻ ലാംഗ്വേജ് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.